ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിലെ വീഡിയോ ആണ് കേട്ടോ. ഇത് മണക്കാട് ബലവാൻ നഗറിൻ്റെ അടുത്തൊരു ക്ഷേത്രമാണ് കേട്ടോ, ഇരിങ്ങുളങ്ങര ദേവീക്ഷേത്രം. ഇതിൽ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. നല്ല നല്ല ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ, നല്ല ഒരു എന്തോ അവിടെ പോകുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അവിടെ ചെറിക്കുട്ടന് ചോറൂണും തുലാഭാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. നമ്മൾ മിക്കവാറും പോകുന്ന ഒരു ക്ഷേത്രമാണ്, വലിയ ക്ഷേത്രമാണ് കേട്ടോ. അവിടെ പോകുമ്പോൾ നല്ലൊരു എന്ന് വെച്ചാൽ വീട്ടിൽ അമ്മയൊക്കെ എല്ലാ മാസവും കാർത്തിക പൊങ്കാലയ്ക്ക് അവിടെ എല്ലാ മാസവും പൊങ്കാലയുണ്ട് കേട്ടോ. കാർത്തിക ആളിന് പൊങ്കാലയുണ്ട് കേട്ടോ. അപ്പം അവിടെ പോയി നമ്മൾ പൊങ്കാലയിടാൻ അമ്മയുടെ കൂടെയൊക്കെ പൊങ്കാലയിടാൻ പോകാറുണ്ട്. നമ്മൾ ആദ്യം ഇപ്പം ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം പലവയൊക്കെ ഇട്ടിരുന്നപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാലൊക്കെ പ്രശ്നമായതുകൊണ്ട് ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പോറ്റി പറഞ്ഞ് 2 പേര് ഇരിക്കണം. അത് പോറ്റി പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ ഇരുന്നാലും പ്രശ്നമല്ല, ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും കൂടി ഇരുന്നായിരുന്നു. ചെറിക്കുട്ടിനെ സംബന്ധിച്ച് ഒത്തിരി അമ്പലത്തിൽ പോയി ചോറ് കഴിച്ച ആളാണല്ലോ. അതുകൊണ്ട് പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറ് കഴിക്കാനും തുലാഭാരവും ഒക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഗുരുവായൂരും കൂടെ ഉണ്ട്, അതിന് നമ്മൾ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഗീസ്. അങ്ങനെ ഞാൻ എൻ്റെ കഠിന പ്രയത്നം കഴിഞ്ഞ് എണീറ്റിരിക്കുകയാണ് ഗീസ്. എന്നിട്ട് നിന്നിട്ട് ചെറുക്കുട്ടന് ചോറൂണ് കൊടുത്തായിരുന്നു. അപ്പോൾ ഇരുന്നിട്ടൊന്നും എനിക്ക് കൊടുക്കാനേ പറ്റത്തില്ലായിരുന്നു. എണീറ്റ് നിന്ന് കൊടുത്തു. ഈ ഇരുങ്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മുടെ രാജിയുടെ വീട് കേട്ടോ. അപ്പോൾ രാജിയും വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞവന് ചോറ് കൊടുക്കുന്നത് എപ്പോഴായാലും ഇവിടെ ഇരുങ്കുളങ്ങര ചോറ് കൊടുക്കുമ്പോൾ രാജി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജിയും ചോറൊക്കെ വാവന് വാരി കൊടുത്തു. എന്നിട്ട് നമ്മൾ എണീറ്റ് വാവന് വായൊക്കെ കഴുകി കൊടുത്തു. അതിന് ശേഷമാണ് ചെറുക്കുട്ടനാണെങ്കിൽ ഇപ്പം മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല കേട്ടോ. ആകെ എപ്പോഴും പിടിച്ച് വെച്ചിട്ട് മോള് തിരിഞ്ഞ പ്രശ്നമാണ്. അങ്ങനെ ഒരു വാശി പിടിച്ച സ്വഭാവമായി വരുവാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കുട്ടനുണ്ടോ, ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഒരു വാശിയായിരുന്നേ. അപ്പം എന്താണ്ട് ഈ ചെറുക്കുട്ടൻ തുലാഭാരത്തിന് ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നേ. അത് മോള് അപ്പുറത്തെ സൈഡിലല്ലേ നിൽക്കുന്നത്, അത് കണ്ടിട്ടാണ് കുറച്ച് കൂടുതൽ കരച്ചിൽ. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത്തം കൊല വച്ചിട്ടാണ് കേട്ടോ തുലാഭാരം നടത്തുക. തുലാഭാരം ആയിരുന്നാൽ ഇവിടെ പൊങ്കാല ഉണ്ടല്ലോ, എല്ലാ വർഷം തോറും ഒരു പൊങ്കാലയുണ്ട്. അല്ലാതെ എല്ലാ മാസവും കാർത്തിക നക്ഷത്രത്തിലും പൊങ്കാലയുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊങ്കാലയ്ക്ക് ആ പായസത്തിൽ പഴം ഇടത്തില്ലേ, ആ പായസത്തിൽ പഴം ഇടുന്ന ആ പഴം വരെ ഏത്തം പഴം ഇടത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. അങ്ങനെ നമ്മൾ ചുറ്റിയൊക്കെ തൊഴുതു. അന്ന് ആയില്യമായിരുന്നു കേട്ടോ നമ്മൾ പോയതിൻ്റെ അന്ന്. അപ്പോൾ ആയില്യ പൂജയൊക്കെ നടക്കുമായിരുന്നു. ചെറുക്കുട്ടൻ്റെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചെറുക്കുട്ടിന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. കണ്ടല്ലോ, ഉറക്കം വേണ്ടി വരുമ്പോഴാണ് അമ്മയടുത്ത് കൂടുതൽ അടുപ്പമായിട്ടിരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ്. അല്ലെങ്കിൽ പാവമാണ് എൻ്റെ ചെറുക്കുട്ടൻ കേട്ടോ. അങ്ങനെ തുലാഭാരത്തിന് എടുത്ത പഴമൊക്കെ നമുക്ക് പ്രസാദമായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം അവിടെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ പറഞ്ഞു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന്. പക്ഷേ എൻ്റെ ചെറുക്കുട്ടൻ്റെ സ്വഭാവം
നല്ല കുട്ടിയായിട്ടല്ലേ ഇരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോവാമെന്ന് കരുതി. പിന്നെ എല്ലാ കാർത്തിക നക്ഷത്രത്തിനും നമ്മുടെ എല്ലാ മാസവും കാർത്തിക നക്ഷത്രത്തിൽ അവിടെ പൊങ്കാല ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ എല്ലാ മാസവും. അപ്പം അമ്മയുടെ ഒരു വർഷം ആവാത്തതുകൊണ്ട് പൊങ്കാലയൊന്നും ഇടാൻ പോവാറില്ല. 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിനി കാർത്തിക പൊങ്കാലയൊക്കെ ഇടാൻ പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ആ സമയത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാം ഗെയ്സ്. അപ്പം ഉറപ്പായിട്ടും എല്ലാവരും ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.